അടിമകളല്ലാത്തവർ മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടോ നോക്കുന്നു. ഇങ്ങനെയുണ്ടോ ഒരു അടിമത്തം? ഈ അടിമത്തം എവിടെ പോയിട്ട് അവസാനിക്കും? ഈ കപ്പൽ ഒന്നായിട്ട് മുങ്ങാൻ പോകല്ലേ? ആ കപ്പൽ ഒന്നായിട്ട് മുങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഓട്ടിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കയറുമ്പോൾ നോക്കുമല്ലോ, ഇതിൻ്റെ മെയിൻ സ്ട്രക്ചറിന് തകരാറുണ്ടോ, ഷീറ്റിന് തകരാറുണ്ടോ എന്നൊക്കെ നോക്കും എപ്പോഴാ കുറച്ച് വെള്ളം കയറുമ്പോൾ. അല്ലാതെ ഒരു വലിയൊരു പാളി തന്നെ പൊളിഞ്ഞ് ചാടിയ കപ്പലേ മുങ്ങിപ്പോവും. ആ പാളിക്ക് ഇപ്പുറത്ത് ഒരു ഹോളിട്ട് ഞാൻ കുറച്ച് വെള്ളം കയറട്ടെ ഈ കപ്പലിൻ്റെ ഉള്ളിൽ. അപ്പം കപ്പിത്താന്മാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, ഈ കപ്പൽ വീക്കായി തുടങ്ങിയിട്ടുണ്ട്, പല സ്ഥലത്തും വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഈ കപ്പലിനെ കരക്കടിപ്പിച്ചത് റിപ്പയർ ചെയ്യും. ആ ഒരു പണിയാണ് ഞാൻ എടുത്തത്. അതിന് ഞാൻ തന്നെ കപ്പൽ മുക്കുന്നവനാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാനിതിലാകെ പ്രതീക്ഷിക്കുന്ന യുവാക്കളെയാണ്. പിന്നെ ഈ പറയുന്ന ഇവരുടെ തിന്മക്ക് വിധേയമായ, ഈ രാഷ്ട്രീയ കോക്കസിൻ്റെ ഭാഗമായി തിന്മക്ക് വിധേയമായ ഇവിടുത്തെ പറയുന്ന ഈ മലയോര കർഷകരും അവിടെ ജീവിക്കുന്നവരും ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും വൈകുന്നേരം വരെ ഓടി 1000 റുപ്യൊക്കെ ഓടുക. അതിൽ 500 റുപ്യ ഡീസലും ടയറിന് തേയ്മാനമായി കഴിഞ്ഞ് 200 റുപ്യക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കും. പിന്നെ 300 റുപ്യ ഉള്ളത്. ആ 300 റുപ്യ ഒരു ദിവസം ബാക്കിയായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് 2000 3000 എന്താ പറയുക ഫൈനിട്ട് കൊടുത്തിട്ട് അവൻ്റെ മൂന്തമ്മ ഒട്ടിച്ചിട്ട് പോകുന്ന പോലീസുകാർ. എന്താണ് സാറേ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത് നിന്നോട് പറഞ്ഞിട്ട് കേട്ടില്ല, ഇത് അവിടുന്ന് മോളുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ് അല്ലേ. എത്ര എണ്ണം ഈ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ടാവും? അപ്പം അതാണ് വിഷയം. ഇതൊക്കെ പറഞ്ഞാൽ ഞാനെന്തോ ആയിക്കോട്ടെ. മറ്റേ അച്ചടി ഭാഷയും ആ എഴുതി വെച്ച സംഗതി ഉണ്ടല്ലോ, ഞാൻ അച്ചടി ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഷ കളിയാക്കി പറയല്ലോ കേട്ടോ. അദ്ദേഹം ആ ഭാഷയിലാണ് സംസാരിക്കുക. ആ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടും PV അൻവർ അത് മാനിക്കാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതാ പറഞ്ഞത്, നമ്മളെല്ലാം മാനിച്ചിട്ടുണ്ട്. ഞാൻ ആ അഭ്യർത്ഥന വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ്. എനിക്ക് പിന്നെ പ്രതീക്ഷ പാർട്ടിയിലാണ്. അന്വേഷണം ഈ പറഞ്ഞ രീതിയിൽ നടക്കുന്നില്ല. പിന്നെ വരുന്ന മാഷ് നോക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു ശശിയെ പറ്റി പറഞ്ഞ പരാതിയിൽ 10-40 വർഷമായിട്ട് ശശി ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചല്ലേ, ശശി നല്ല സഖാവെന്ന് അറിയാലോ. അപ്പോൾ ആ പരാതിയോ അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ ഞാൻ എന്താ കാത്തിരിക്കണം? അപ്പം ഞാൻ പറഞ്ഞതാണ് പ്രശ്നം, വേറെ ഒന്നും പ്രശ്നമല്ല. എൻ്റെ പൊന്നനുമാനം, ഞാൻ കൊടുത്ത കത്ത് നാളെ നിങ്ങൾക്ക് തരും, നിങ്ങൾ വായിച്ചു നോക്ക്, മലയാളമല്ലേ. ആയിക്കോട്ടെ എന്ന് ഞാൻ അന്ന് കൊടുത്ത കത്തല്ലേ. ഞാനിപ്പോൾ എത്ര ദിവസമായി, ഞാനതൊക്കെ ഏകദേശം മറന്നാണ്. നീ ഒന്ന് റെഫ്രഷ് ചെയ്ത് ഏതെല്ലാം സാധനങ്ങൾ തരുന്നുണ്ട്, നിങ്ങൾ പരിശോധിച്ചോ.